MG സർവകലാശാല മുൻ PVC ഡോക്ടർ ഷീന ഷുക്കൂറിന്റെ ഗവേഷണ പ്രബന്ധം കോപ്പിയടിച്ചതെന്ന പരാതി ഉയർന്നിരിക്കുകയാണ്. ഡോക്ടറോ PG ബിരുദമോ ഇല്ലാത്ത മുൻ ജസ്റ്റിസ് ഷീന ഷുക്കൂറിനെ ഗൈഡ് ചെയ്തത് ചട്ടവിരുദ്ധമെന്നും ആരോപണമുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. UDF സർക്കാരിന്റെ കാലത്ത് MG സർവകലാശാല പ്രോ വൈസ് ചാൻസലറായി നിയമിക്കപ്പെട്ട ഷീന ഷുക്കൂർ നിലവിൽ കണ്ണൂർ സർവകലാശാല നിയമപഠന വകുപ്പ് മേധാവിയാണ്. UGC അംഗീകരിച്ച ടേണിംഗ്ടൺ സോഫ്റ്റ്വെയറിൽ പരിശോധിച്ചപ്പോൾ 60% കോപ്പിയടി നടന്നതായി കണ്ടെത്തിയെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആരോപിക്കുന്നു. കേരളത്തിലെയും ലക്ഷദ്വീപിലെയും മുസ്ലിം കുടുംബ നിയമത്തിന്റെ സാധുതയും പ്രയോഗവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഷീനയുടെ ഗവേഷണ പ്രബന്ധം. എന്നാൽ പ്രബന്ധത്തിന്റെ 4ാം ചാപ്റ്ററിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ K. ശ്രീധര വാര്യർ 1969 പ്രസിദ്ധീകരിച്ച മരുമക്കത്തായം അലൈഡ് സിസ്റ്റം ഓഫ് ലോ എന്ന ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ അപ്പാടെ പകർത്തിയതായി പരാതിയിൽ പറയുന്നു. കോപ്പിയടിയിലൂടെ പ്രബന്ധങ്ങൾ തയ്യാറാക്കി PhD നേടുന്നത് ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ്. ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവർ പോലും കോപ്പിയടിയിലൂടെ PhD നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സത്യം. ഇപ്പോൾ ഷീന ഷുക്കൂറിൻ്റെ PhD തീസിസ് 60% പ്ലാജിയറിസമുണ്ടെന്ന് UGC അംഗീകരിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ ചെക്കിങ്ങിലൂടെയും അതല്ലാതെ മാനുവലായിട്ട് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. തമിഴ്നാട് അംബേദ്കർ സർവകലാശാല ഷീന ഷുക്കൂറിന് 2009 PhD നൽകി. മുൻ ഹൈക്കോടതി ജസ്റ്റിസ് അബ്ദുൽ ഗഫൂറിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഗവേഷണം. ഡോക്ടറേറ്റോ PG ബിരുദമോ ഇല്ലാത്ത ജസ്റ്റിസ് ഗഫൂർ എങ്ങനെ ഷീനയുടെ ഗൈഡായി എന്ന ചോദ്യവും പരാതിക്കാർ ഉന്നയിക്കുന്നു. സർവകലാശാല തലത്തിൽ ശക്തമായ ചെക്കിംഗ് ഉണ്ടാവുകയും അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ അവാർഡ് ചെയ്തിട്ടുള്ള PhD തീസിസ് പ്ലാജിയറിസം ചെക്കിംഗ് കർശനമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് നിവേദനം നൽകി. പ്രബന്ധം വിദഗ്ധ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഗവർണർക്ക് നിവേദനം നൽകിയത്. നിയമപഠന വകുപ്പ് മേധാവി സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തി അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർക്കും പരാതി നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം.